Hello, good morning, guys. What is special today? Today is June 21st. As you all know, today is Father's Day. Okay. Around the world, today is celebrated as Father's Day. What is the importance of Father's Day? As children, എന്തുകൊണ്ടാണ് നമ്മൾ ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് ഒരു ഡേ അതിനു വേണ്ടി മാറ്റി വച്ചേക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫാദേഴ്സ് എന്ന് പറയുന്നത് സൈലൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുകയും സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിഷ് എവറി ഫാദേഴ്സ് around the world a beautiful, heartful, grateful Father's Day. Okay, may this day bring joy and happiness to your lives. Okay. ഞാൻ പറഞ്ഞതുപോലെ ഫാദേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? സൈലൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുകയും സാക്രിഫൈസ് ചെയ്യാം. ഫാദറിനെയും മദറിനെയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പപ്പായും മമ്മിയും അവരെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളോട് സ്നേഹം കാണിക്കുന്നത്. അമ്മമാരാണ് കൂടുതൽ പ്രകടിപ്പിക്കുന്ന സ്നേഹം ഉണ്ടാകുക. പക്ഷെ ഫാദേഴ്സ് സ്നേഹം പ്രകടിപ്പിക്കുമെങ്കിലും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മിക്ക ഫാദേഴ്സിനെയും കണ്ടു കഴിഞ്ഞാൽ, അല്ലേ? ചിലർക്ക് പ്രകടിപ്പിക്കാൻ അറിയുകയില്ല ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പം ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നതിന് പ്രധാന ഒരു ഘടകം വഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഫാദേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഫാദേഴ്സ് ഡേക്ക് നമ്മുടെ പേരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഫാദേഴ്സിനെ എന്ത് ചെയ്യുക? ഹാപ്പി ആക്കുക. മീൻസ് ഒരു ടേക്ക് എൻ എഫേർട്ട് എടുത്തിട്ട് ജസ്റ്റ് സേ എ വേർഡ്, ഹാപ്പി ഫാദേഴ്സ് ഡേ. ഒരു ഹഗ്ഗും ഒരു കിസ്സും ഒക്കെ കൊടുക്കുക. അപ്പോൾ അത് അവരുടെ മനസ്സിന് തരുന്ന ഒരു സന്തോഷം അത് വലിയതാണ്. തൻ്റെ മക്കളിൽ നിന്ന് ഉള്ള സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ്ഫുൾ തിങ്. അത് മോസ്റ്റായിട്ട് ഏതൊരു പേരൻസിനെയും ഹാപ്പി ആക്കുന്ന സംഭവം കൂടെയാണ്. ഓക്കെ, എല്ലാ മക്കൾക്കും അവരുടെ ഫാദർ സൂപ്പർ ഹീറോസ് തന്നെ ആയിരിക്കും. അതുപോലെ എൻ്റെ ഫാദറും എനിക്ക് സൂപ്പർ ഹീറോ തന്നെയാണ്. ഓക്കെ, പിന്നെന്താ പറയുക, നമ്മുടെ ഫാദേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, എഫേർട്സ്, അത് ഞാൻ പറഞ്ഞ പോലെ പ്രകടിപ്പിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? പക്ഷേ അമ്മമാർ വയറ്റിൽ ചുമക്കുന്ന സമയത്ത്, ദാറ്റ് മീൻസ് 9 മാസം ഗർഭത്തിൽ ചുമക്കുന്ന സമയത്ത് അച്ഛന്മാർ ഹൃദയത്തിലാണ് മക്കളെ ചുമക്കുന്നത്. അപ്പം പലരും അവർ എഫേർട്ടും ഇതും കാണാറില്ല. ഇന്നത്തെ ജനറേഷനിലെ പിള്ളേർ പാരൻസിൻ്റെ വാക്കുകളെ ഒരു വാല്യൂ കൊടുക്കൂല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വി ഷുഡ് റെസ്പെക്റ്റ് അവർ പേരൻസ് ഒപ്പീനിയൻ. എല്ലാം ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ലേലും, നമ്മുടെ ഏജ് ഗ്യാപ്സ് ഡിഫറെൻ്റ് ആണേലും അറ്റ് ദ എൻഡ് അവർ പറയുന്നതിലൊരു പോയിന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം എന്താ പറയുക, എപ്പോഴും ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. ലൈക്ക് അപ്പോഴും എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ അപ്പ എന്നോട് പറയാറുണ്ട്, നമ്മുടെ നെല്ലിക്കയുടെ കാര്യം ഒന്ന് നോക്കാം. ആദ്യം നെല്ലിക്ക വായിലിട്ട് കഴിഞ്ഞാൽ കയ്പുണ്ടാവും, അല്ലേ? പിന്നീട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് മധുരമായി തരും. അപ്പോൾ ഏതൊരു സംഭവങ്ങളും നമ്മുടെ പേരൻസ് നമ്മളോട് പറയുമ്പം നമുക്ക് ആദ്യം കയ്പായിട്ട് തോന്നും. പക്ഷേ ആഫ്റ്റർ ഓൾ അത് മധുരമായിട്ട് മാറും, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദി ഏജ് ഗ്യാപ്പ്. അത് ഞാൻ പറയുന്നില്ല.
ഓക്കെ, നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ വഴിമാറി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക. ഇന്നത്തെ ദിവസം മാക്സിമം അവരെ ഹാപ്പി ആക്കുക. എല്ലാ ഫാദേഴ്സിനെയും എന്താണ് ഒരു സ്പെഷ്യൽ ഒരു ആയിട്ട് ഒന്ന് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഒത്തിരി എന്താണ് ഗിഫ്റ്റും ഒന്നും അല്ല അവർക്ക് വേണ്ടത്. ജസ്റ്റ് എ പീസ് ഓഫ് ലവ്, അല്ലേ? ഒരു സ്നേഹം എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണ്. അത് നമുക്ക് പ്രകടിപ്പിക്കേണ്ട സമയത്ത് നമ്മൾ പ്രകടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. ബട്ട് നമ്മൾ പ്രകടിപ്പിക്കേണ്ട ടൈമിൽ നമ്മളത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എൻ എക്സ്പെൻസീവ് തിങ് ഇൻ ലൈഫ്. അപ്പം നമ്മുടെ അച്ഛന്മാർ നമുക്ക് പലതും ചെയ്യാറുണ്ട്. അവർ എന്താണ് കഷ്ടപ്പെട്ടാൽ അവരുടെ മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ഫ്യൂച്ചർ നന്നാക്കാൻ വേണ്ടി എന്താണ് ചിലപ്പം അവരെക്കാളും കഴിയുന്നതിനേക്കാളും കൂടുതൽ എഫേർട്ട് അവരെടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ നമ്മൾ പെരുമാറാറുണ്ട്. അപ്പം എല്ലാ ഫാദേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, you all fathers are so great heroes in every life of the children, അല്ലേ? ഒരു ഫാദർ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. മക്കളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫാദേഴ്സും സ്വാതന്ത്ര്യം ഫ്രീഡം കൊടുക്കുന്ന ഫാദേഴ്സും ഉണ്ടാവും. അപ്പം റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ ഭയം, ഓവർ പ്രൊട്ടക്റ്റീവ് ഓവർ പോസസീവ്നെസ് ആകുന്നതുകൊണ്ടാണ്. ബട്ട് അതവർ മനസ്സിലാക്കേണ്ടത്, അത് ചിൽഡ്രൻ്റെ മനസ്സിലേക്ക് അത് വരുന്നത് എന്താണ്, ഒരു വലിയ ഭയം. പക്ഷേ വലിയൊരു ഭയം നമുക്കൊരു റെസ്പെക്റ്റ് കൊണ്ട് ഭയമാകാം. ബട്ട് നമ്മൾ അങ്ങനെ ഭയന്ന് കഴിഞ്ഞാൽ സ്നേഹമാണ് നമ്മുടെ നഷ്ടപ്പെടും. അപ്പം ഹാപ്പി ഫാദേഴ്സ് ഡേ ടു എവറി സൂപ്പർ ഹീറോസ് അറൗണ്ട് ദി വേൾഡ്. ഓക്കെ, അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നത്. എൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു ഫാദേഴ്സ് ഡേക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.